അനാഫലിറ്റിക് ഷോക്ക് ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ അനാഫലിറ്റിക് ഷോക്ക് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളൊന്ന് സെർച്ച് ചെയ്യണം. ഒരു ചൊറിച്ചിലുണ്ടായാൽ, സ്നീസിങ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇച്ചിങ് ഉണ്ടായി കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പ്രാഥമികമായി ചെയ്യേണ്ട ചികിത്സ സിട്രിസം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ മലബാർ ആശുപത്രിയുടെ ആ വാറോലയിൽ കൊടുത്തതായി കാണുന്ന ഒരു സാധനത്തില് സിട്രിസൺ ഇല്ല. മറിച്ച് അവർ കൊടുത്തതായി പറയുന്നത് സ്റ്റീറോയിഡ് കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പോൾ വന്നത് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെ പറ്റിയോ മരണത്തെ പറ്റിയോ സംസാരിക്കാൻ വേണ്ടിയല്ല. ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടി മാത്രമാണ്. കാരണം നാളെ എൻ്റെ അടുത്തോ എന്നെ പോലെ മറ്റൊരു ഡോക്ടറെ അടുത്തോ ഒരു ഹോസ്പിറ്റലിലോ പോയി ഒരു പേഷ്യൻറ്റും അലർജി ആയി വരുമ്പോൾ അത് കൂടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ കേട്ടിട്ട് ഇഞ്ചക്ഷൻ വേണ്ട ഡോക്ടറെ സെട്രസിൻ തന്ന് വിട്ടാൽ മതി എന്ന് പറയുകയും അത് കാരണം കൊണ്ട് അവരുടെ ജീവൻ വരെ അപകടത്തിലാവാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനി അനാഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അലർജി ആയി വന്ന് അത് സിവിയർ ആയി ജീവൻ വരെ അപകടത്തിലാവാൻ സാധ്യതയുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ സ്റ്റീറോയിഡ് അല്ല സെട്രിസിൻ ആണ് കൊടുക്കേണ്ടിയിരുന്നത് എന്നാണ് അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ആള് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ളത്. നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഗൂഗിളിൽ അനാഫിലാക്സിസിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ അടിച്ചു നോക്കുകയാണ്. അപ്പൊ അതിൽ തന്നെ മെഡിക്കേഷനിൽ സ്റ്റീറോയിഡ് എന്നുള്ളത് 4ാമത്തെ മരുന്നായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഈ വിടുവായത്തം പറയുന്ന മുമ്പ് ആള് പോലും ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാനുള്ള സമയം പോലും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് കരുതി സ്റ്റീറോയിഡ് മാത്രമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്നല്ല. ആന്റിഹിസ്റ്റമിൻസും സ്റ്റീറോയിഡ്സും അഡ്രിനാലിൻ പോലെയുള്ള ഇഞ്ചക്ഷനുകളാണ് ഇതിന്റെ പ്രാഥമിക ചികിത്സയിൽ വരുന്നത്. നമ്മൾ അനാഫിലാക്സിൽ സെട്രിസിൻ എടുക്കണം എന്ന് പറയുന്നത് നമ്മുടെ മൂവ് എന്ന് പറയുന്നത് വേദനയ്ക്കുള്ള ഓയിൻമെന്റ് ആണല്ലോ. അപ്പൊ നമ്മൾ എല്ലും പൊട്ടി വേദനയായിട്ട് വരുന്ന ഒരു പേഷ്യന്റിന് മൂവും തേച്ച് നിങ്ങൾ വീട്ടിലിരുന്നോളി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത്ര തന്നെ ഇതിലും ഉള്ളൂ. അപ്പൊ ഇക്കാര്യം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.